ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഓട്സ് വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടും നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല കിഡിലിനായിട്ടുള്ള റെസിപ്പി ആയിട്ടോ, നല്ല ടേസ്റ്റിയും കൂടിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമല്ല ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പം നമ്മളിതാ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് 1/2 കപ്പ് ഓട്സ് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണ്ട, ചെറുതായിട്ടൊരു തരിതരിപ്പുള്ള രീതിക്ക് വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ടാ. ഇതാ ഈ ഒരു ഭാഗത്തിന് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ, നല്ല ഫൈനായിട്ട് പൊടിയാക്കിയിട്ട് എടുക്കണ്ട കേട്ടോ. ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ നമുക്കിതിനൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പം നമ്മളിതാ പൊടിച്ചെടുത്തിട്ടുള്ള നമ്മൾ ഓട്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് റവയാട്ടോ. അപ്പോൾ അതൊരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് നമ്മൾ ഓട്സ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1/2 കപ്പോളം റവയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ റവയും ഓട്സും കൂടിയിട്ട് 1 കപ്പോളം ഉണ്ട്, അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിന് കണക്കായിട്ട് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. നോർമൽ വാട്ടർ ആട്ടോ, ചൂടുവെള്ളമൊന്നുമല്ല, നോർമൽ വാട്ടർ ആട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. ഒരുപാട് സമയം വെക്കണ്ട, 1 മിനിറ്റ് മാത്രം മതിയാവും. അപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുള്ള ഓട്സൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് റെഡി ആയിട്ട് ഇതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നല്ല കട്ടിയുള്ള തൈര് ചേർക്കാം കേട്ടോ. പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂണോ 1 ടീസ്പൂണോ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് അത്യാവശ്യം പുളി കുറഞ്ഞതായതുകൊണ്ടാണ് ഞാനിപ്പം 1 ടേബിൾ സ്പൂണോളം തൈര് ചേർത്തിട്ടുണ്ട്. നമ്മൾ നല്ല കട്ടിയുള്ള തൈരുണ്ടല്ലോ അതാട്ടോ ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 സവാള ചേർക്കാം കേട്ടോ. വലിയ സവാള ആണെന്നുണ്ടെങ്കിൽ 1 ചേർത്താൽ മതി, ചെറുതാണെങ്കിൽ 2 ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വലിയ സവാള ആയതുകൊണ്ട് 1 എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതിൻ്റെ കൂടുതൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില, മല്ലിയില ഒക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് കറിവേപ്പില മാത്രമായിട്ടോ ചേർക്കുന്നുള്ളൂ. അതിന് കൂടുതൽ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് 1 2 നമ്മളെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു പീസ് ഇഞ്ചി എടുക്കാം കേട്ടോ. അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റോ ക്യാപ്സിക്കോ ഒക്കെ ചേർക്കാട്ടോ ഇതിലേക്ക് ഒരു സമയത്ത്. അപ്പം നമ്മൾ ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. തൈര് ചേർത്തത് കൊണ്ട് തന്നെ ഉപ്പ് അധികം ആവശ്യം വരില്ല. അപ്പോൾ ഒരു ആവശ്യത്തിനുള്ള 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി ചേർത്താൽ മതിയേ. അതിന് കൂടുതൽ നമ്മളിപ്പോൾ ഒരു പിഞ്ചോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമ്മളൊരു 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ടല്ലോ, അതിന് പകരം കുരുമുളക് പൊടി ചേർത്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ മഞ്ഞളും കാശ്മീരി ചില്ലി പൗഡറും ഒഴിവാക്കിയിട്ട് കുരുമുളക് പൊടി വേണമെങ്കിൽ അത് ചേർക്കാം കേട്ടോ. ഇനിയിപ്പം നമ്മൾ മഞ്ഞൾ വേണ്ട, അതിന് ടേസ്റ്റ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ വെറും കാശ്മീരി ചില്ലി മാത്രം ചേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയേ. ഇനി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മളിത് മിക്സ് ആക്കിയിട്ട് ഇനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നൊന്നുമില്ല. നമ്മൾ തൈര് ചേർത്തതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അങ്ങ് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട. ഈ ഒരു പാകത്തിനാട്ടോ നമുക്ക് ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഒരുപാട് ലൂസാകാനും പാടില്ല, എന്നാൽ നല്ല കട്ടിലുണ്ടാകാനും പാടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിന് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിന് നമ്മൾ മാവ് റെഡിയാക്കി എടുത്താൽ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അത് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ ഇട്ടിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതാ ഇപ്പം ചെയ്യുന്ന പോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വന്നാൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരല്പം നെയ്യാക്കി കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മളിപ്പം കലക്കി വെച്ചിട്ടുള്ള നമ്മൾ ആ ഒരു മാവും കൂടി ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് പരത്തിയെടുക്കേണ്ട, അത്യാവശ്യം ഒരു തടിയുള്ള രീതിക്ക് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇതുപോലൊന്ന് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം. അപ്പോൾ ഇനി നമ്മളിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ആറി വന്നതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടി ഒന്ന് കളറൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഇതാ ഇതുപോലെ ഇങ്ങനെ കളറൊക്കെ ഒന്ന് മാറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് മുരിച്ചെടുക്കാം കേട്ടോ. ഒന്ന് കളറൊന്ന് മാറ്റിയെടുത്താൽ മതിയാവേ. ഇപ്പോൾ ഇതാ ഏകദേശം 1 മിനിറ്റ് അടുത്തായിട്ടുണ്ട്. ഇതാ നന്നായിട്ട് റെഡി ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഒരുപാട് സാധനങ്ങളില്ലാതെ നമുക്ക് ഓട്സ് വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ. ഇപ്പോൾ കുട്ടികൾക്ക് ഓട്സൊക്കെ കഴിക്കാൻ മടിയുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലൊന്ന് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അവർക്ക് നമുക്ക് ലഞ്ച് ബോക്സിൽ വേണമെങ്കിൽ അതും കൊടുക്കാം, സ്നാക്സ് ബോക്സിലും കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയും കൂടി ആട്ടോ ഇത്. അപ്പം നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.